ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100K ആയതുകൊണ്ട് യൂട്യൂബ് പ്ലേ ബട്ടൺ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പ്ലേ ബട്ടൺ അൺബോക്സിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇപ്പം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ കിട്ടലില്ല. കുറച്ചായിട്ട് ബാസിലൊക്കെ ഭയങ്കര തിരക്കില്ല കേട്ടോ. ബാസിലോട്ട് വ്ളോഗ് എടുക്കണത് ഇപ്പോൾ. അപ്പോൾ ഷാനും അനാനും ഓലൊന്നും ഇല്ല. ഓലൊക്കെ ഖത്തറിൽ പരിപാടിക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വയനാടേക്ക് ട്രിപ്പ്, പെരുന്നാൾക്ക് ട്രിപ്പ് വന്നതാണ്. അപ്പോൾ ട്രിപ്പ് വരുമ്പോൾ ഞാൻ വിചാരിച്ച് ഇതെടുത്ത് മുണ്ടല്ലടാ അപ്പോൾ ഇതാക്കാന്ന് വിചാരിച്ച് പ്ലേ ബട്ടൺ എടുത്ത് ചെക്കന്മാരെല്ലാവരും ഉണ്ടാവില്ല. അപ്പോൾ അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പോൾ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ഏകദേശം ഒരു മാസം 1.5 മാസമായി. ഇപ്പോൾ നമ്മളിത് 200K ആയിട്ടോ, മാഷാല്ലാ. അപ്പോൾ എടുത്ത് കൊണ്ടുവരാന്ന് വിചാരിച്ചു, ഇവിടുന്ന് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് ഇത്ര തിരക്കെന്ന്. ഞാൻ എല്ലാവരും ചോദിക്കണതാണ് എന്താ പണി എന്ന് ചോദിക്കണതാണ്. ഞാൻ വെഡ്ഡിങ് വീഡിയോഗ്രാഫറാണ്. അപ്പം ഞാൻ എന്തായാലും താഴെ എൻക്വയറി നമ്പർ കൊടുക്കുക. അപ്പോൾ വെഡ്ഡിങ് വർക്കൊക്കെ ഉണ്ട്, കുടുംബത്തിൽ വെഡ്ഡിങ് വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കുടുംബത്തിൽ ചെങ്ങായിമാർക്കും ചെങ്ങാഴ്ചമാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നമ്പർ കൊടുക്കുക താഴെ. യെസ്, എല്ലാവർക്കും വെഡ്ഡിങ് ഒറ്റ കേട്ടോ, വീഡിയോ പരമായ ഫോട്ടോപരമായ എല്ലാ വർക്കും നമ്മൾ എടുക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ പറയാനുള്ളത്, ഈ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഷോർട്സ് മാത്രം ഇട്ടിട്ടുള്ളൂ. വെറും ഷോർട്സ്, അതായത് നമ്മളെ കാട്ടിക്കൂട്ടിൽ വെറും ഷോർട്സ്, അതിക്കൊരു പാട്ടൊക്കെ ആട് ഷോർട്സ് മാത്രമേ ഇട്ടുള്ളൂ. അപ്പം എന്നോട് അനാനും ബാസിലും ജിംഷാദ് എല്ലാവരും പറഞ്ഞ് എന്തായാലും ഇടുണ്ട്, അതിക്ക് കുറച്ചും കൂടെ ലെങ്ത് കൂട്ടിയിട്ട് വ്ളോഗും കൂടെ ഇട്ട് വെക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി നമ്മൾ ഇവിടെ എത്തി. പക്ഷേ അതെല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെങ്ങായിമാരും കാണുങ്ങളും വീട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. പിന്നെ അതേപോലെ വീട്ടുകാരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് അൺബോക്സ് ചെയ്തിട്ട് പിന്നെ ഉമ്മാനെ കാണിച്ചു കൊടുക്കും. ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടില്ല, പ്ലേ ബട്ടൺ കിട്ടിയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മാസമായിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ വീട്ടിൽ സാധനങ്ങളൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെക്കലാണ്. അപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ല ബാസിലെ? അൺബോക്സ് ചെയ്യണമെങ്കിൽ ഐറ്റയുടെ ഫോട്ടോ പോയി വെക്കാം നമുക്ക്. അപ്പം നമ്മളിതാണ് ട്രിപ്പ് വന്നിട്ടുള്ള റിസോർട്ട് കേട്ടോ. അല്ല, അങ്ങോട്ട് വരാം. ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതാട്ടോ നമ്മളെ റിസോർട്ട്, വൈൽഡ് നെസ്റ്റ്. മൊത്തത്തിലൊരു വൈൽഡ് വൈബ് അല്ലേ? അതാരത്? ഇവിടെ വൻ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നത് നിയാലിക്കോ. അപ്പുറത്തുനിന്ന് കൂട്ടുന്നു. ഇതില് ഫീലിന് പറ്റിയൊരു പാട്ട് പാടി കൊടുത്താ. ഇതിന് പറ്റിയ പാട്ടേ ഞങ്ങൾ ഇരിക്കണീനൊരു ഫീൽ പാട്ട്. പാടി കൊടുക്ക്. ആ പാട്ടല്ലേ? അതിനിപ്പം ഇതെടുക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നൊരു അടിപൊളി ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഗെയിം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നിട്ട് തുടങ്ങട്ടെ. ഒരു പാട്ട് പാടി തുടങ്ങിയാണ്ട് അടിയിലെത്തോളം ഓരോരുത്തരായിട്ട് ആ പാട്ടിന്റെ വരികൾ പാടിക്കൊണ്ടേ ഇരിക്കണം. ഇതിൽ ഏറ്റവും ബോറ് പാടുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവും, കാരണം എല്ലാവരും ചിരിക്കും. അതിനെ ഓക്കെ അല്ലേ? നിയാലെപ്പോഴും ക്യൂട്ട് സ്മൈൽ ഇടാ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? മേലെ തുടങ്ങണ്ടേ? ഏത് പാട്ടാ പാടാ? ആ സൗണ്ട് ഒക്കെ അല്ല, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ സൗണ്ട് ഒക്കെ കൂട്ടിണ്ടെങ്കിൽ അസറും ചെയ്യുമ്പോ സൗണ്ട് ഒന്ന് കുറക്കുക. ഞാൻ പതുക്കെ പാടാം. ആണായി പിറന്നോ? ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. പാട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരാൾ തൊള്ളർക്കരുത് കേട്ടോ. ചിരി വന്നാ ചിരിച്ച എല്ലാരും പാടണ്ട്. ഓക്കെ. ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ, താനേ വിറക്കുന്നേ നിന്നെ കണ്ടോനെ. ആണായി പിറന്നോ ദൈവം പാതി സാത്താൻ, താനേ വിറക്കുന്നേ നിന്നെ കണ്ടാലേ. മാർക്കോ ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ, നിന്നെ കണ്ടോരെ. അതാണ്
ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ. പിന്നെന്താ? ഞാനേ വിളക്കുന്നേ നിന്നെ കണ്ടോനെ. മാർക്കോ. ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ. എന്താ ബാക്കി എന്താണ്? ഞാനേ വിറക്കുന്നേ നിന്നെ കണ്ടോളെ. ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ എന്നെ കണ്ടോനെ. മാർക്കോ. ജസീം. ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ താനെ വിറക്കുന്നേ നിന്നെ കണ്ടാലേ. ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ താനെ വിറക്കുന്നേ നിന്നെ കണ്ടാലേ. ഇതിൽ ഔട്ടാവലില്ല. ചിർച്ചോളൊക്കെ ഔട്ടായി. അപ്പൊ എല്ലാരും ഔട്ടായിക്കണേ. കുറച്ച് വീഡിയോസ് അപ്പൊ നമുക്ക് ഇനി നമ്മളെ മെയിൻ പരിപാടിക്ക് കടക്കാൻ പോകട്ടോ. അപ്പൊ ഗായ്സ് നമ്മുടെ കൂട്ടത്തിൽ അർഷിയുടെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പൊ അർഷി എത്തി. ഇനി നമുക്ക് സംഭവങ്ങൾ പറയാലോ അർഷ. അപ്പൊ നമ്മളുടെ സൽമാന്റെ കളിബട്ടൺ അൺബോക്സിംഗ് ആണ്. പ്ലേ ബട്ടൺ അങ്ങനെന്താ? സൽമാന്റെ കളിബട്ടൺ അൺബോക്സിംഗ് ആണ് നമ്മൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ സൽമാൻ, കളിബട്ടൺ കിട്ടിയതിന് ശേഷം എന്താണ് താങ്കൾക്ക് ആ ഒരു ഫീൽ, ആ ഒരു മൊമെന്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ? നമ്മളിത് വിചാരിക്കണില്ല. ഞാൻ വിചാരിക്കണില്ല കേട്ടോ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടും, ഞാൻ വ്ളോഗിംഗ് ഒക്കെ ഇടും. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത സംഭവമാണ്. അപ്പൊ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. ഓ നല്ല സന്തോഷം. അതുകൊണ്ടാണല്ലോ 3 മാസം കഴിഞ്ഞിട്ട് അത് നമ്മള് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, തിരക്കിലായതുകൊണ്ടല്ലേ. സീസൺ അല്ലേ, വെഡിങ് സീസൺ അല്ലായിരുന്നോ? അതുകൊണ്ടായിരുന്നേ. അർഷിനോട് ചോദിച്ചാ അറിയാം. അത് നബീൽ കേട്ടോ, എല്ലാ കല്യാണത്തിനും പങ്കെടുക്കുന്ന ഈ ഒരു നല്ല സന്ദർഭത്തിലേക്ക് നബിലിനെ ഇറക്കറ്റാ പ്ലീസ് പ്ലീസ്. നമ്മളങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സൽമാൻ അഡ്രസ് വായിക്കേ. അഡ്രസ് വേണ്ട, അഡ്രസ് വായിക്കാൻ പറ്റൂല. അഡ്രസ് സൽമാന്റെ ഫോൺ നമ്പർ ഞാൻ ഓണി വ്ളോഗ് അപ്ലോഡ് ചെയ്യണ അന്ന് കേരൾ ചിക്കൻ എന്നൊക്കെ പറഞ്ഞു. കേരൾ എങ്ങനെ? അമേരിക്കയിൽ നിന്ന് വരുന്നതാണ്. സൽമാൻ ഫാരിസ് പി, പഴമുള്ളൂർ, കൂട്ടിലങ്ങാടി. കൂട്ടിലങ്ങാടി. സൽമാൻ കൂട്ടിലങ്ങാടിയാണ്. അപ്പൊ കൂട്ടിലങ്ങാടി പറിച്ച് പൊറിച്ചത് കണ്ടോ. സ്വന്തം നാടിനെ പറ്റി പറയുമ്പോ കൂട്ടിലങ്ങാടി അല്ല, അതുകൊണ്ടാണേ. ഞാന് പഴമുള്ളൂര്. അപ്പൊ ഗായ്സ് ഇതൊന്ന് ഈ ഒരു സന്ദർഭത്തിലൊന്ന് ചേരടാ, ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യടാ പ്ലീസ്. എടാ സൽമാൻ ഇതിന് സ്റ്റാൻഡേർഡ് ആവണം എല്ലാവരും. ഇനി നമുക്ക് എല്ലാവർക്കും 1 മില്യൺ പ്ലേ ബട്ടൺ കിട്ടട്ടെ. സ്വർണ്ണക്കളി ബട്ടൺ കിട്ടട്ടെ. യൂട്യൂബ് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ? ഒരിക്കലും ഇല്ല. ഓർ 100th 100ാമത്തെ ബാസില് 100ാമത്തെ ബാസിലേന് 100 1000th ഞാനന്ന് ലിങ്ക് അയച്ചു ചെയ്തത് 1000ാമത്തെ ചെയ്താണ്. 999 അപ്പൊ സെൽമ ഫുൾ പ്ലാൻഡ് ആയിരുന്നു. ഫസ്റ്റ് സബ്സ്ക്രൈബർ കൊറേ ഫേക്ക് അക്കൗണ്ട് ആയി. Chances you do, and we know that you will definitely remember your 100K subscriber. ആണോ? ആരാണ് 1,00,000 സബ്സ്ക്രൈബർ ആക്കിയതാരാ? അതിക്കറിയില്ല. പക്ഷെ ഞാന് നോമ്പിന് റിഫ്രഷ് അടിച്ചപ്പോ 1,00,000 അല്ലായത് 1,16,000 ചില്ലറ പോക്കൊന്നല്ല പോയത്. ചില്ലറ പോക്ക് യൂട്യൂബ് വാരി വിതറി തന്നു. ഓക്കെ, യുവർ ഫാൻസ് മേ ഹാവ് ഫൗണ്ട് യു വൈൽ സെർച്ചിങ് യൂട്യൂബ്. ഫാൻസ് ഒക്കെ സെർച്ച് ചെയ്ത് കണ്ട് ഇരിക്കണ്ടാവും യൂട്യൂബിൽ. ലേൺഡ് അബൌട്ട് യു ത്രൂ എ ഫ്രണ്ട്. മേ ബി ഫ്രണ്ട് സജഷൻ പറഞ്ഞാണ്ട് ഓർ മേ ബി യു ഷോഡ് അപ്പ് ആസ് എ റെക്കമെൻഡഡ് വീഡിയോ. ചിലപ്പോൾ ഹോം പേജിലൂടെ റെക്കമെൻഡഡ് കുത്തിരിക്ക് വന്നതായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കാം. പിന്നെ നോ മാറ്റർ ഹൗ ദേ കേം ഫോർ യുവർ ചാനൽ, യുവർ ഓഡിയൻസ് ആൻഡ് സ്റ്റേഡ് ആൻഡ് their numbers increased because of you and your community you have built. ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കാം എൻ്റെ ആ സബ്സ്ക്രൈബേഴ്സ് അൺഫോളോ ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നത്. Okay, we are proud to honor your impressive milestone of reaching 100K subscriber with a silver creator button award. Yay!
Congratulations. Thank you. And we know that you may have faced more stories to share with your community. കമ്മ്യൂണിറ്റിയോട് എന്തൊരു ഷെയർ ചെയ്യാണ്ടോ, എന്തൊരു സ്റ്റോറീസ്, കഥകൾ, തൃപ്തി ചെയ്യാൻ പോയ കഥകൾ പറയണ്ടോ? വേണ്ട, അതിപ്പോൾ പറയണ്ട. And we know that your fans can't wait for your amaze and then even more of your commitment and creativity. ഇനിയും കൂടുതൽ ക്രിയേറ്റിവിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് നീ യൂട്യൂബിനോട് കാണിക്കണം എന്നാണ് യൂട്യൂബിന്റെ CEO നീൽ മോഹനോട് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ CEO നീൽമോഹനാണ്. അവിടെ ആര് വരണം? സൽമാൻ വരണം. എന്നിട്ട് ബാസിലിന് എന്ത് ചെയ്യണം? ഈ ഡയമണ്ട് ബട്ടൺ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇത് ഇനി ഒരു ഉമ്മക്കണം. അതാണ് യൂട്യൂബിന്റെ ഒരു ഇത്. ഉമ്മക്കണം. അപ്പൊ ഇനി നമ്മള് ഇതെന്തിനാറോ ഈ സംഭവം ഒന്നിന് പ്ലേ ബട്ടൺ എന്തെങ്കിലും എന്താണ് ഡാമേജ് ഉണ്ടെങ്കിൽ ഓൾക്ക് റിട്ടേൺ കൊടുക്കാനാണ്. ഓക്കെ, കളിബട്ടൺ ഇതിലുണ്ട്. അടുത്തത് ഗോൾഡും. ജന്തുക്കൾ എങ്ങനെ അലുമിനിയം തിന്നോ? കൂറ അലുമിനിയം തിന്നു. എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിടാ, കാണിച്ചു കൊടുക്കാൻ അങ്ങോട്ട്. റെക്കഗ്നൈസ് യുവർ ടീം. ഇനി അടുത്തത് ഗോൾഡും പിന്നെ ഡയമണ്ടും ആണെട്ടോ പറഞ്ഞേ. ഇൻഷാല്ലാ സെറ്റ് ആക്കണം. ഡയമണ്ട് 10 മില്യൺ 50 അല്ലേ? സൽമാൻ XMHD. സൽമാൻ കൂട്ടിലങ്ങാടി ഇതിനെ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് കുഴപ്പമില്ല. എന്നാലും എന്താ ഇതൊരു അവാർഡല്ലേ? ബാസിലൊക്കെ കുറച്ച് മുന്നേ പ്ലേ ബട്ടൺ കിട്ടിയോണ്ട് ജാട ചെറുതാക്കിയടാ, അതൊന്നും പോരാ. അന്റെ മേൽപ്പല്ലേ? ഹനാന് മാത്രം നമ്മൾ കൂടുതൽ വലുതിട്ട്. ബാസിലിന്റെ മുതലാണ് ചെറുതായത്. അതെ, വലുതായാലും ചെറുതായാലടാ ഒരുവിധം ആർക്കും കിട്ടുന്ന ഒരു സാധനം അല്ലല്ലോ ഇത്. എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു സാധനം അത്. നബീല് അടുത്ത ആഴ്ച ഡൽഹി പോകണ്ട, അപ്പൊ വരുമ്പോ കണ്ടോണ്ട് ഒരു പെട്ടി ഫുള്ള് പ്ലേ ബട്ടൺ ചൈന മാർക്കറ്റിൽ നിന്ന് വാങ്ങും. മൂന്ന് പ്ലേ ബട്ടൺ കിട്ടിയോ? അതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? നുബീൽ അതൊന്നല്ല, ചെക്കൻ ഈ അടുത്ത് തന്നെ കിട്ടും. പ്ലേ ബട്ടൺ കിട്ടും. അതെ, അപ്പൊ നബീലുണ്ട്, പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത് ജസീം ഉണ്ട് ട്ടോ. ജസീം ഒരു യൂട്യൂബ് തുടങ്ങി. എന്നിട്ട് ജോർജിയൊക്കെ വരുന്ന ലോ ക്ലാസ് അത് റീച്ച് കയറും. കമന്റ് ഇടട്ടോ, ജസീം യൂട്യൂബ് തുടങ്ങണോണ്ട്. പിന്നെ ജസീം എന്തിനാ ജോർജിയൊക്കെ വരുന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട എല്ലാരും. കാരണം എന്തിനാണ് കുട്ടികൾ തേങ്ങട്ടെ വരിന്റെ അടുത്ത് കയറി മനസ്സിലായില്ല. അപ്പൊ നമ്മള് പ്ലേ ബട്ടൺ അൺബോക്സ് അത് ഞാൻ അതിന്റെ അടുത്ത് പോയി കാണിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞുതരാം, ഞാൻ അവിടെ നിന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മളെ യൂട്യൂബ് പ്ലേ ബട്ടൺ. നിങ്ങളെല്ലാവരും കാരണം കേട്ടോ, നമുക്ക് ഈ സാധനം കിട്ടിയത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. ആമീൻ. അപ്പോൾ ഞാൻ വീട്ടുകാർക്കൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല, അപ്പോൾ അവർക്കൊന്നും അറിയില്ല സാധനം കിട്ടിയത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം വീട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കണേക്കരം. ഉമ്മാക്കും കാക്കാക്കും ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. വ്ളോഗിൽ പറയേണ്ടതാണ്, പക്ഷെ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാല് ഒരു കൈ കൊടുക്കുന്നത് ഒരു കൈ അറിയുന്ന സഹായം. ഇത് സഹായമല്ല, ഇത് ഗിഫ്റ്റ് ആയിട്ട് 2 കൈ പറഞ്ഞു കട്ട് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, ഞാൻ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതോടെ എറിയും. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വീട്ടുകാരെ കാണിച്ചു കൊടുക്കണം, നോക്കിയേക്കാം. ഞാൻ എന്താ പറയാനുള്ളത്, നിയാലൊക്കെ പ്ലേ ബട്ടൺ കിങ് ആട്ടോ. അതായത് ഹിസ്റ്ററി യൂട്യൂബിന്റെ ചരിത്രത്തിൽ 10 ദിവസം കൊണ്ട് പ്ലേ ബട്ടൺ വാങ്ങിയത് ക്രിസ്ത്യാനോയും നിയാലുമാണ്. നിയാല് 10 ദിവസം കൊണ്ട് അതെ. അതെ, എവിടുന്നാ പറഞ്ഞോ? ഡൽഹി മാർക്കറ്റിൽ നിന്ന്. ഡൽഹി മാർക്കറ്റിൽ നിന്ന് ഭായിമാര് പറഞ്ഞു ഇതെന്താ തുടങ്ങാ, തനിക്കല്ല ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചാ. അപ്പൊ അർച്ചി ഇച്ച് ചോറും കാര്യമാണ് നിന്റെ മതി, പ്ലേ ബട്ടൺ വെച്ചു വേണ്ട. പ്ലേ ബട്ടൺ ഒരു പ്ലേറ്റ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ പറിച്ച് എടുത്തിട്ടുണ്ട്. അതെ, അർച്ചിച്ച് ഫുഡിന്റെ ചാനൽ തുടങ്ങി നോക്ക്, കാര്യത്ത് പറയണേ. അപ്പൊ ഗൈസ് ഞങ്ങളൊരു ഫോട്ടോ സെഷൻ കഴിയട്ടെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, എന്തൊക്കെ കാണിച്ചു കൊടുക്കണേ? നമ്മൾ പോണൊക്കെ ഉണ്ടോ?
ഫോണില്ല ഇനി വീട്ടിലത്തെ vlog end ചെയ്യണം നമ്മള്. ഇവിടെ എന്ത് ചെയ്യാം അല്ല ഇതിന്റെ ബാക്കിയിട്ട് ഇടും Okay. ഓക്കെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ട് സൽമാന്റെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ബൈ. എല്ലാവരും ചോദിക്കണതാണ് ഫാമിലി എവിടെ, ഉമ്മ എവിടെ, കാക്ക എവിടെ, ഓലൊന്നും എന്താ കാണിക്കാത്തൊക്കെ ചോദിക്കണതാണ്. അപ്പം ഇന്ന് നമ്മൾ ഉമ്മ കാക്ക ഉപ്പ റിവീലും കണ്ടോ. പക്ഷേ ഉപ്പ ഇവിടെ ഇല്ല. കാക്ക, ഉമ്മ, ഉമ്മമ്മ, പിന്നെ ഉമ്മാൻ്റെ അനിയത്തി, കുഞ്ഞാമ്മ, അമ്മോന് ഓരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരൊക്കെ ഉമ്മമാനെ പ്ലേ ബട്ടൺ കാണിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്യണത് കേട്ടോ വീഡിയോസ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ കുളിച്ച് കളിച്ച് നീന്തം പഠിച്ച് വളർന്ന ഷിബിൽ കാണിച്ചു കൊടുക്ക് കളിച്ച് വളർന്ന ചോലൻ്റെ മുമ്പിലാണ്. അതായത് അവിടെ വലിയ അമ്മോൻ്റെ വീട്, ഉമ്മയും ഉപ്പപ്പയും ഉമ്മയും നിൽക്കുന്നത് കുറച്ച് അപ്പുറത്താണ്, ഇതിൻ്റെ ബാക്കിലാണ്, തറവാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ പ്ലേ ബട്ടൺ കാണിക്കും നമ്മൾ. ഞാൻ ഏകദേശം എനിക്കൊണ്ട് നമ്മളെ മുമ്പത്തെ ചെക്കന്മാരൊപ്പമുള്ള വീഡിയോ എടുത്തിരിക്കുന്നത് പെരുന്നാളിൻ്റെ അന്ന് എടുത്തത്. പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി, ഒഴിവ് കിട്ടാത്തതുകൊണ്ട് ചെറിയ കുറച്ച് പരിപാടികളും തിരക്കുകളും കാര്യങ്ങളായതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ നിൽക്കാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ശിവിലി. ഹലോ ഗായ്സ്. അവേ ഷിബിലി എന്നോട് ചോദിച്ചാ, ഫോണ് എടുത്തിട്ട് ചോദിച്ചാ വ്ളോഗ് എങ്ങനെ എടുക്കൽ, ഇങ്ങനെ എടുക്കൽ. അപ്പം ഞാൻ അവനോട് ചോദിച്ച് ഷിബിലേജിൻ്റെ വ്ളോഗ് കണ്ടിരിക്കണോ ചോദിച്ചു. ഷിബിലി സ്ട്രൈറ്റ് മനുഷ്യൻ ഉള്ള മുഖത്തൊക്കെ പറഞ്ഞു എൻ്റെ ഒരു വ്ളോഗും കണ്ടിട്ടില്ലായിരുന്നു. ഈ ചെങ്ങായിൻ്റെ 8ാം ക്ലാസ് മുതലുണ്ട് ഇതുവരെ. നമ്മളൊരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്കും ഉണ്ടാവട്ടെ ഇതേപോലെ ഫ്രണ്ട്സ്. പക്ഷെ അങ്ങനത്തെ ട്രൂ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ ചെയ്യാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാൽ കാണാൻ നിൽക്കുക. എന്താ ഷിബിലേ ഞാൻ ആകതായി ഇജ്ജ് കാണലില്ലായിരുന്നപ്പോൾ. എത്ര ചെങ്ങായി നമ്മളൊരു വ്ളോഗ് ഈ പ്ലേ ബട്ടൺ വരെ കിട്ടി. ഇജ്ജിന്നിട്ട് വ്ളോഗ് കാണില്ല ചിരിച്ചല്ലേ ഇടാ. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ ഓൽക്കൊക്കെ ഇനി പ്ലേ ബട്ടൺ കാണിച്ചു കൊടുക്കണം, കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെ ചോദ്യത്തിനുള്ളത് നമ്മൾ ഇതാക്കാൻ പോവാണ്. ഉമ്മാനെയും കാക്കാനെയും കാണിച്ചു തരാം. നിങ്ങളെപ്പോഴും ചോദിക്കണം, എന്നോട് മെസ്സേജ് അയച്ചിട്ടും സ്റ്റോറിക്കും വീഡിയോക്കും റിപ്ലൈ ഒക്കെ അയക്കാണ്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ ഓരെന്താ കാണിക്കാത്തത്, ഓരെന്താ വരാത്തത്. എനിക്ക് കൊണ്ട് ഓരിതുവരെ അങ്ങനത്തെ വീഡിയോസിലൊന്നും വന്നിട്ടില്ല. ഒരു സംസാരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. എന്താവും നമുക്ക് നോക്കി നിങ്ങൾ പറയട്ടോ എന്തായിരിക്കും അവസ്ഥ എന്ന്. നമുക്ക് എന്തായാലും പോയി നോക്കാം, അവിടെ ഉണ്ട് കാണിച്ചു കൊടുത്ത് നോക്കാം. അപ്പോൾ പ്ലേ ബട്ടൺ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കളിപ്പിച്ചിട്ടുണ്ട്. ഫിറ്റി നട്ടോ പ്ലേ ബട്ടൺ ഇങ്ങനെ ഉണ്ടോ അല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ കാക്ക. ഇങ്ങോട്ടേക്ക് പറ, എന്തേലും പറയും. ഇവിടെ മൈക്കത അവിടെ. ഹലോ, എന്തൊക്കെയുണ്ട്? എന്തൊക്കെ കാക്ക ചെറിയ ഇൻട്രോ കേട്ടോ. അതൊന്നും പറയല്ല, വേറെ ഒന്നും പറയില്ല. വേറെ എന്തേലൊക്കെ പറയാം. എന്ത് എന്തേലും പറഞ്ഞോ, എനിക്കെന്ത് പറയാ, എന്തും പറയാല്ലേ. എന്നാ കുറച്ച് പറയാം. അപ്പോൾ നമ്മൾ കാണിച്ചെടുക്കാൻ പോവാണേ. ഇവിടെ ഉള്ളവർ വീഡിയോയിൽ വരാത്തതുകൊണ്ട് ഇവർക്കൊക്കെ കുറച്ച് മടിയുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും. ഞാൻ ഇതേപോലെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്നല്ല, ഞാൻ ഇതേപോലെ ആ വീഡിയോയിൽ നിന്ന് മടി കുറച്ചൊക്കെ പൊയ്ക്കണ്. നമുക്ക് എന്തായാലും നോക്കി വെക്കാം. വരി ഉമ്മ. അപ്പം ഇതാണ് ഉമ്മ, ഇതാണ് കാക്ക. മാനു ഇത് ചെറിയ അമ്മാവൻ. എന്തേലൊക്കെ പറയും. പൊട്ടിച്ചാ വന്ന കയറല്ലേ. ഏതായാലും പൊട്ടിക്കാറ് ഇതുവരെ പൊട്ടിച്ചില്ല. എന്തേലും പൊട്ടുമല്ലോ. കുറേ കാലമായി ഇവിടെ കൊടുന്ന് വെച്ചിട്ട്. അപ്പം ഇന്ന് നമ്മളെ പൊട്ടിക്കാൻ പോകണേ. ഒന്നും കിട്ടും വരി വീഡിയോയിൽ. ഇത് ഇപ്പട്ടോ നമ്മളെ വീഡിയോ ആണ്, യൂട്യൂബ് ഉണ്ട്. നമുക്കൊരു വീഡിയോ ഇടുന്ന ഒരു സംഭവം ഒരു എങ്ങനെ പറഞ്ഞു ഫോണിൽ കാണും. ഒരു ഹായ് പറഞ്ഞണി, ഹായ് എന്ന് പറഞ്ഞണി, ടാറ്റു കൊടുത്താണി, ഒരു ടാറ്റു കൊടുത്താണി, ഹായ് അതന്നെ. പൊന്നുവാ വാ. അപ്പോ ഇത് നമ്മളെ അമ്മോന്റെ കുട്ടിയാണേ. അതാണ് ഇത് നമ്മളെ കുട്ടിയാണ്. എന്താ പറയാനുള്ളേ, എന്തേലൊക്കെ പറയും. അപ്പൊ വരി. അപ്പൊ ഇന്ന് വിശിഷ്ട അതിഥികളുണ്ട് കേട്ടോ. പ്ലേ ബട്ടൺ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്. വരി കുഞ്ഞാമ എന്താ പറഞ്ഞു. കുറച്ച് ആൾക്കാർ മടിയുള്ള കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടില്ല. എന്താ ചോറൊക്കെ നമുക്ക് തിന്നാ. മന്തിന്റെ പറഞ്ഞാണ്ട് കുഞ്ഞാമ നോണ പറഞ്ഞ് കൊടുന്നാണ്. അപ്പൊ നമ്മക്കേ ഇതെന്താ പരിപാടി നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടില്ല, അത് സർപ്രൈസ് ആണ്. ഉമ്മ വരി. ഇപ്പല്ലേ വ്ളോഗിൽ അവിടെ കട്ട് ചെയ്യണം ഇവിടെ കട്ട് ചെയ്യണം. നമ്മളെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം. നമ്മളെ വ്ളോഗിന് കട്ടിങ് ബ്ലെൻഡിങ് ഒന്നുമില്ല. എന്തെങ്കിലും പറയണ്ടോ, കട്ട് ചെയ്യണം അത്ര. നമുക്കിത് തുറക്കല്ലേ. ഇത് കുഞ്ഞാമാന്റെ കുട്ടിയാണ്.
കുഞ്ഞാമാൻ്റെ കുഞ്ഞുകുട്ടി. ഹലോ പറഞ്ഞ ഹലോ 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 ഹായ്. ആ അത് വേറൊരു കുട്ടി, കുഞ്ഞാമാൻ്റെ വേറൊരു കുട്ടി. ഇനി രണ്ടാളുണ്ട് കേട്ടോ. ഓല് വിദേശ പഠനത്തിന് പോയതാണ്. അപ്പോൾ ഇത് നമ്മളമ്മ ഹായ് അറി ഹായ് അറി ഹായ് പറ ഹായ് പറ ഹായ് അവിടെ ഹായ് അത്ര മതി. ഹായ് 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 ഹായ്. നിങ്ങളെ ചിരിയാണ് എനിക്ക് കിട്ടിയത് സത്യം. ഉമ്മ നിങ്ങൾ പറയട്ടോ, ഉമ്മമാൻ്റെ ചിരിയാണ് എനിക്ക് കിട്ടിയത്. പറയും ചിരിച്ചാണി ചിരിക്കി ഉമ്മമ്മ ചിരിക്കി. ആ അപ്പം നമുക്ക് പ്ലേ ബട്ടൺ ഇതെന്താ അറിയോ, നിങ്ങളിൻ്റെ എന്തെങ്കിലും വീഡിയോ കാണലുണ്ടോ? ഇല്ലല്ലേ, ഇതാ പറഞ്ഞു ഇതിൽ കാണലില്ല. ഓഡിയൻസ് ഫാമിലി ഓഡിയൻസ് കുറവായിരിക്കും. ഇതെന്താ അറിയോ, ഇതാരോ അയച്ചെന്നതാ. എന്ത് വർത്താനം പറയാൻ വേണ്ടില്ല, ഇതാരോ അയച്ചെന്നാ. അത് തുറന്നു നോക്കി. ഇവിടെ എന്ത് കാണിച്ചു കൊടുത്ത വേണ്ട, തുറക്കി തുറക്കി തുറക്കി. ഇത് ഫുള്ള് കഴിഞ്ഞിട്ടില്ലേ, തുറക്കി. നിങ്ങൾ പേടിക്കല്ലേ, ഇതിൻ്റെ ഉള്ളിൽ പാമ്പാട്ടെ ഇതിൻ്റെ ഉള്ളില് കാണട്ടെ. അപ്പൊ അതിനിപ്പോ ആൾക്കാർ കണ്ടോട്ടെ. വരി കണ്ടോളി. ഇതെന്താ അറിയോ മമ്മ, ഇത് നമ്മക്ക് എന്റെ പുസ്തകമല്ല, അത് പുസ്തകോ ഇരുമ്പോണ്ടോ അത് തൊട്ടോക്കി. ആ ഇരുമ്പിന്റെ പുസ്തകം പഠിത്തം കൊണ്ടേ. നിങ്ങൾക്ക് അറിയില്ല ഞാൻ പഠിച്ചില്ലാന്ന്. ഇതെന്തേനു പറഞ്ഞുതരാൻ എനിക്കറിയില്ല സത്യേറ്റും. ഇത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ഉണ്ട്. യൂട്യൂബ് അറിയില്ല നിങ്ങൾക്ക്? ഉമ്മമാക്ക് സ്മാർട്ട് ഫോണാട്ടോ. ആ വയലയക്കണ സംഭവമല്ലേ? ആ അത് പറഞ്ഞാൽ മനസ്സിലായി. അപ്പം അതിന്ന് ഓല അയച്ചെന്നാണ്. എന്ത് മനസ്സിലായത്? വീഡിയോ എടുത്ത് കൊടുത്തേക്കാനുള്ള. ഞാൻ വീഡിയോ എടുത്ത് അതിൽ കുറെ ആൾക്കാർ കണ്ട്, കുറെ ആൾക്കാർ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കപ്പോ യൂട്യൂബ് അയച്ചെന്നാണിത്. എന്തിനാ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്? ഇതുപോലെ നമുക്ക് മദ്രസ നബിദിനെ പാടിയ ഒരു കപ്പരലില്ലേ, നമ്മൾ തൊട്ട് തിരിച്ചു കൊടുക്കലില്ലോ. നമ്മൾ ഷോക്കേസിൽ എടുത്തേക്കല്ലേ. ആ നിങ്ങൾ പാത്രം ഗ്ലാസ് ഒക്കെ എടുത്തേക്കണ പോലെ അതിന് നമുക്ക് ഇതേപോലെ എടുത്തേക്കാണ്ടോ. ഈ ഇപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് പുതിയ പാത്രം ഗ്ലാസ് ഒക്കെ കിട്ടിയാല് നമ്മക്ക് അതിന്റെ ആളാ. പുതിയ പാത്രം ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചാല് അത് പണിക്കാർ വരുമ്പോ നമ്മൾ കണ്ടിട്ടില്ല പണിക്കാർ വരുമ്പോ കൊടുക്കണമെന്നും. എന്നാലും അവിടെ ഇങ്ങനെ തെളിഞ്ഞ് ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ടാവും. ആ അവിടെ ഒന്ന് പറഞ്ഞിട്ട് കല്ല ഇവിടെ ഒന്ന് പറഞ്ഞു. ആ പപ്പാക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഫോണില് വീഡിയോ എടുത്ത് ചെയ്തിട്ടേ ഓന് പപ്പ സ്ട്രൈറ്റ് മനസ്സിലായി. അപ്പൊ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വന്നതാ വീഡിയോ ഒക്കെ എടുക്കാന്. അല്ലാതെ വരലുണ്ട് കേട്ടോ, അല്ലാതെ ഞാൻ വരലില്ലേ? അല്ലാതെ ഞാൻ വരലുണ്ട്, കാണുമല്ലോ വിചാരിച്ചാ. ഒന്നുമില്ല. ഇതെങ്ങനെയുണ്ട്? തിരക്കടില്ല. ഇതെന്തോ ഓൽക്കുതാ പണി. ഈ 10 മില്യണോ 1 മില്യണോ ഒന്നാലേ കിട്ടുള്ളൂ. കിട്ടും. അവർക്കിപ്പോ എന്താ പണി? എന്താണ് നമ്മളെ പണി? അതിന് മോശം വരില്ല, നമ്മള് മോശം വരുത്തൂലല്ലോ. അപ്പൊ ഇതാണത്. ഇതിക്ക് ഇനി 3 പേരും കൂടെ ജോയിൻ ചെയ്യാണ്ട്. 3 പേര് സനു, സോനു, നിനു. 6 വേറെ കുറച്ച് ആൾക്കാരുണ്ട്. 6 ആവൂല, 6 ഒന്നല്ല കേട്ടോ. തൽക്കാലം നമ്മൾ എണ്ണ എടുക്കണില്ല. കുറച്ച് ആൾക്കാർ, ഒരു 7സിലുള്ള ആൾക്കാർ വരാണ്ട്. അപ്പോൾ അത് പറ്റിയാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇല്ലാണ്ട് അടുത്ത വ്ളോഗിൽ കാണട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണണ്ടേ? വരിന്നാലേ
കുഞ്ഞാമ വരില്ല, കുഞ്ഞാമ ഇൻട്രോട്ടാ. അപ്പൊ എന്താണ് അപ്പൊ വരി ഇരിക്കേ. ആ നമ്മൾ തന്നെയല്ലേ. ഇരിക്ക്, ഫോട്ടോ എടുക്കാനല്ല. ഇക്ക വാ വാ. ഇല്ലട്ടോ പരിഹസിക്കൂല, കളിയാക്കൂല. എന്റെ ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ടി ഒരു ഹായ് പറഞ്ഞ. അപ്പൊ അല്ല എന്താ പറയാനുള്ളേ? എന്താ പറയണോ, വീട്ടില് സന്തോഷമുണ്ട്. ആ സന്നു സോനു കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിണ്ട് കേട്ടോ, അത് ചെറിയ അമ്മോന്റെ മക്കളാണ്. ആ നീ എന്താ പറയല്ലേ? അത് കിട്ടിയൊരു സന്തോഷമുണ്ട്. എന്റെ മുതുകാവോടെ ക്യാമറ സന്തോഷമുണ്ട്. ഞാൻ കാരണമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യണമെന്നോ അങ്ങനത്തെ വെക്കണമെന്നോ വിചാരിച്ചിട്ടില്ല. അനാൻ്റെ നമ്മൾ ചെക്കന്മാരെല്ലാവരും സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ്, വീഡിയോ കാണാൻ നിങ്ങളെ വരെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ സാധനം കിട്ടിയത്. അപ്പോൾ അനാനെ കാണിച്ചു കൊടുത്തില്ല, അനാനെ കാണിച്ചു കൊടുക്കണം ഇനി. പിന്നെ എന്താ പറയുള്ളത്, എല്ലാവരും ചോദിക്കലുണ്ട്, നിങ്ങളൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട്, ആരെയും കാണില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും കാണാത്തത്? വീഡിയോയിൽ വരാൻ മടിയായതുകൊണ്ട്. ഇനി എനിക്കെന്താ പറയുള്ളേ? എനിക്ക് കുറേ പറയാനുണ്ട്, ചുരുക്കി പറയാം. എന്താ വെച്ച് ചോദിക്കാൻ പറയാം. ഇന്റർവ്യൂ ആണല്ലോ, പോഡ്കാസ്റ്റോ, എന്തേലൊക്കെ പറയും. എല്ലാവർക്കും എന്താ സബ്സ്ക്രൈബ് ചെയ്തും വ്യൂവേഴ്സിന് എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നു. എവിടെ എനിക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു? എവിടെ കുറച്ചെങ്കിലും പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്നുള്ളൊരു ഇതൊക്കെ ഉമ്മ ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടാട്ടോ പറയാ. അങ്ങ് കിട്ടുമെന്ന് വിചാരിച്ചിനു, കിട്ടിയില്ലേ? അങ്ങനൊന്നും പറയില്ല. പിന്നെ ഉമ്മ ഇങ്ങനെ ഇരിക്കണ നോക്കണം കേട്ടോ, ഇവലൊക്കെ പാവായിട്ട് ഇരിക്കണം. ഇങ്ങനൊന്നും അല്ല അത്. ഇനി ഇങ്ങനെ കുറെ വ്ളോഗ് വന്ന് റെഡി ആവും. പൊന്നെന്താ പറയല്ലേ അനിക്കോ? ആ ചെങ്ങായിമാരുടെ ഹായ് പറയ്. ഹായ് പറയാ, ഉറക്കര സൗണ്ട് ഉണ്ടാക്കി പറയും. ഹായ് കുട്ടിയാ നീ മാലിനെന്താ പറയല്ലേ? ഇങ്ങോട്ട് പ്രിപ്പയർഡ് ആവും, ഇത് ഇന്റർവ്യൂ ആണല്ലോ. അപ്പൊ ഇത് ചെറിയ മോൻ. നമ്മളെ ഫാമിലിനെ കുറിച്ച് നിങ്ങൾ എത്ര ആൾക്കാരാണ്, എത്രാമത്താണ്, അതൊക്കെ പറഞ്ഞു കൊടുക്കി. അതൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ വില അറിഞ്ഞിരിക്കട്ടെ. ഞാൻ ചെറിയ അമ്മാവൻ, ചെറിയ ആളാണ്. 3 മക്കളാണ്. മക്കളും പാടെ ഇതിൽ കൂടേണ്ടി വരുന്നൊരു വേറെ വഴിക്ക് പോയ കാരണം എത്തിയിട്ടില്ല. ഇപ്പൊ ഇതിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ഈ കേക്ക് ഞാൻ കേൾക്കില്ല, അത് അറിഞ്ഞോളും. അപ്പോൾ ഈ അമ്മോനാണ് എന്നെ രാത്രി പുറത്തേക്ക് ഇറക്കി ശീലാക്കിയത്. അതിന് അമ്മോൻ ഇപ്പോഴും ഉമ്മാൻ്റെ അടുത്ത് നിന്ന് എന്നും ചീത്തേക്കും, എന്നും. അതായത് ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ എത്താൻ ലേറ്റായ ഇവിടെയാണ് ചീത്തേക്കല്. അല്ല ഒരു ഏകദേശം വലിപ്പത്തിൽ മൂത്താണെങ്കിലും ഏകദേശം ഒരേ വേഗലത്താണ് ഞങ്ങൾ. അപ്പോൾ എന്താണ് നമ്മളെ പ്രേക്ഷകരോട് പറയുള്ളത്? ഈ സപ്പോർട്ട് ഇതും തുടർന്നും വേണം എന്ന് തന്നെ. കൂടുതൽ ആവുമ്പോൾ അവനും തന്നെ വലിയ ഉയർച്ചയിൽ എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ. തെക്കുള്ള ആളാ ദ്വാരക്കണ്, വേണേ ആമീൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഉള്ളത് തന്നെ 3 ആളും ഭയങ്കര പ്രശ്നക്കാരൻ. ഇതിൽ പങ്കെടുക്കാത്ത, ഇതിൽ ഒരു എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഓനിഞ്ഞ് പിന്നെ ഇവിടുന്ന് പുറത്ത് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം വന്നിട്ടുള്ളത് ഇരിക്ക ഞാൻ അറിയില്ല, അതിപ്പോൾ തന്നെ പറയണ്ട്. വീഡിയോ കൂടി തന്നെ പറഞ്ഞാൽ എന്താ അറിയോ, നമ്മുടെ തടി ഒഴിവായി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കുടുങ്ങിയില്ലേ. ഇനി പറഞ്ഞോ എന്താ പറയണ്ട വെച്ചാല്. അപ്പോൾ ഇതില് ഇനി വലിയ അമ്മല്ല, വലിയ അമ്മൻ്റെ വൈഫില്ല, പിന്നെ കുഞ്ഞാമല്ല. അതാണ് കുഞ്ഞാമ. ഓടി തടിയെടുത്ത്. അപ്പോ ഞാൻ 3 മോനാ പറഞ്ഞില്ലേ. ആപ്പ അവിടെ ആപ്പ വരേ ഇപ്പല്ലേ ഇത് ഞാൻ പറഞ്ഞത്. വരുന്നേ, നിങ്ങൾ വന്നിട്ടില്ലല്ലോ.
അപ്പോൾ ഇതിൽ ഇനി പങ്കെടുക്കാത്ത രണ്ടമ്മമാർ രണ്ടമ്മായിമാർ ഓരോ മക്കൾ നമ്മളെ സിനു അനു ഓലാരും ഇതിൽ പങ്കെടുത്തിട്ടില്ല. ഓരൊന്നും ഇവിടെ ഇല്ല. അവിടെ അല്ലേ ചെങ്ങോട്ടൂരല്ലേ? അവരൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മളെ ചെറിയ കൊച്ചു വ്ളോഗ് വന്നാണി ഇതാ പറഞ്ഞു ഇവൽക്കൊക്കെ മടിയാണ്. പക്ഷെ ഞാനെങ്ങനെ ആയി. അപ്പോൾ നമ്മൾ ഈ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൻ്റെ ഉദ്ദേശം പ്ലേ ബട്ടൺ എല്ലാവരും കാണിക്കുക. അതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവരും കാണാമെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചെന്ന്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരാം. അപ്പോൾ നമ്മൾ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം.